ഒരു മനോഹരമായ കല്യാണ ചടങ്ങിന് ശേഷം ഏകദേശം 10 പാത്രങ്ങളോളം നിറയെ ബിരിയാണി മിച്ചം വന്നു. അപ്പോൾ ആ വീട്ടിലെ യജമാനൻ ഈ ബിരിയാണി മറവ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. പണിക്കാരനോട് പറഞ്ഞു, "നീ ഒരു കുഴി എടുക്കുക." അപ്പോൾ പണിക്കാരൻ ഓർക്കുന്നില്ല ഈ ബിരിയാണി മറവ് ചെയ്യാനാണ് യജമാനൻ എന്നോട് പറഞ്ഞത് എന്ന്. അപ്പോൾ ഈ മനോഹരമായ ബിരിയാണിയുടെ മണം അവൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അവൻ മനസ്സിലാക്കുന്നത് ബിരിയാണി മറവ് ചെയ്യാനാണ് യജമാനൻ എന്നെക്കൊണ്ട് കുഴി എടുപ്പിച്ചത്. അപ്പോൾ ആ നിമിഷം ദാരിദ്ര്യത്തിൻ്റെ സ്വന്തം നാട്ടിൽ കഴിയുന്ന ഭാര്യയെയും മരിച്ചുപോയ മകളെയും ഒക്കെ അവൻ ഓർക്കുകയാണ്. അപ്പോൾ ബിരിയാണി കൊണ്ടിട്ടതിന് ശേഷം അവൻ പറയും, യജമാനൻ അവനോട് പറഞ്ഞു, "ഇത് ചവിട്ടി താഴ്ത്ത് നീ." അപ്പം അവൻ യജമാനനോട് പറഞ്ഞു, "എനിക്ക് പറ്റില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് ദാരിദ്ര്യത്താലാണ് എൻ്റെ സ്വന്തം മകള് മരിച്ചുപോയത്." അതെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കഥയാണ്. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയിലെ മനോഹരമായ പ്രസക്തമായ ഒരു ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഓരോ തരി ഭക്ഷണം കളയുമ്പോഴും, കഴിക്കാതെ നമ്മൾ സ്വന്തം പണം മുടക്കി ഓവറായിട്ട് ഭക്ഷണം മേടിച്ച് കഴിക്കുമ്പോഴും ഓർക്കുക, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയും ആഹാരത്തിനു വേണ്ടിയും കൊതിക്കുന്ന കുഞ്ഞുങ്ങളും ഒട്ടനേകം ആളുകളും ഇന്നത്തെ ഈ ലോകത്തും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്.